ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പിന്നെ ചില തിയേറ്ററുകളിലൊക്കെ വളരെ അതിൻ്റെ ക്യാൻറ്റീനിൽ വളരെ തീവട്ടിക്കുള്ള, അതായത് അമിതമായ പലിശ ഈടാക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ, അതായത് പോപ്കോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിനൊക്കെ വളരെ അമിതമായ വിലയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ മാത്രമല്ല, ചില ക്യാൻറ്റീനുകളിൽ, പുറത്തുള്ള ക്യാൻറ്റീനുകളിൽ, ഹോട്ടലുകളിൽ എല്ലാം ഈ തീവെട്ടിക്കുള്ള വരുന്നുണ്ട്. ഈ പോപ്കോൺ എന്ന് പറഞ്ഞാൽ ഈ സാധനം 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 100, 150, 200 അങ്ങനെ കൂടി 300 വരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് വാങ്ങുന്ന വരെ അപ്പുറത്തിനും കൂടും. ഇവിടുന്ന് 100, 200 ഒക്കെ പോകും, 300 വരെ പോകും. ചിലടത്ത് ചിലപ്പോൾ 200, ചിലപ്പോൾ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പം ഇങ്ങനെ ഈ വൻകിട ഈ പാവങ്ങളെ കുത്തിപ്പിടിക്കുന്ന ഇങ്ങനത്തെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ക്യാൻറ്റീനുകൾ, ഒരു സർക്കാർ തിയേറ്ററിൽ സർക്കാർ ക്യാൻറ്റീനിലാണ് ഈ പറയുന്ന വില കൂടുന്നത്. അപ്പം അവിടെ 100 ഉണ്ടെങ്കിൽ അപ്പുറത്ത് 150, ഇവിടെ ഒരു പ്രൈവറ്റ് ക്യാൻറ്റീനിൽ. അപ്പം അങ്ങനെയുള്ള ഒരു തിയേറ്ററിൽ പോയിട്ട് ഈ മനോരമക്കാർ ഒരു ന്യൂസ് പിടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസ് അത് ഒന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തീവട്ടിക്കൊള്ളൊന്നും എവിടെയും പാടില്ല. പാവങ്ങളെ കുത്തിപ്പിടിക്കുന്നത്, പാവങ്ങളല്ല, ഇനി പണക്കാരായാലും അവരെ കുത്തിപ്പിടിക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം ഇവരൊക്കെ വൻകിട ലാഭം ഉണ്ടാക്കുവാണ് ഇതുകൊണ്ട്. മനസ്സിലായില്ല? പാവങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു മെച്ചവും വരുന്നില്ല. കാരണം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങി എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശക്തമായിട്ട് എതിർക്കണം. ന്യായമായ വില വാങ്ങാൻ അതിനും കുഴപ്പമില്ല. 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഈ പോപ്കോൺ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു KSFDC തിയേറ്ററിലേക്കാണ് ആദ്യം. ഒരു കപ്പ് പോപ്കോൺ വാങ്ങി. ഒരു പോപ്കോൺ എത്ര? ₹150 received on phone pay. ഇനി ഇതേ അളവ് പോപ്കോണിന് സ്വകാര്യ തിയേറ്ററിലെ വില നോക്കാം. ₹300 received on phone pay. ഈ ഒരു കപ്പ് പോപ്കോണിന് ശരാശരി 100 രൂപയും അതിൽ കൂടുതലുമാണ് തിയേറ്ററിലെ ലഘുഭക്ഷണശാലകൾ ചുമത്തുന്നത്. പോപ്കോൺ മാത്രമല്ല, മറ്റെന്തു വാങ്ങിയാലും സർക്കാർ തിയേറ്ററിലെ സ്റ്റാളുകൾ പോലും ബില്ല് നൽകാറില്ല. തിയേറ്ററുകളിൽ നടക്കുന്നത് കൊള്ളയാണെങ്കിൽ മാളുകളിലെ പോപ്കോൺ കച്ചവടം തീവട്ടിക്കൊള്ളയാണ്. 100 രൂപയ്ക്ക് വാങ്ങിയ അതേ അളവ് പോപ്കോണിന് 200 രൂപ മുതൽ തുടങ്ങുന്നു. ഇതേ ചാനലിൽ നമുക്ക് പോപ്കോൺ വാങ്ങി വറുത്തിട്ട് നോക്കാം. അപ്പോൾ എത്ര ചിലവ് വരുന്നത്? തിയേറ്ററുകളിലെ പോപ്കോൺ വിൽപ്പനയിൽ നടക്കുന്നത് കൊള്ള തന്നെയല്ലേ. പാകം ചെയ്യേണ്ട ബ്രാൻഡഡ് പോപ്കോൺ തന്നെ വാങ്ങിയിട്ടുണ്ട്. വില 20 രൂപ. പാകം ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ജനങ്ങളെ ഞെക്കിപ്പിടിക്കാനായിട്ട് തിരുവനന്തപുരത്തും കോട്ടയത്തും കൊല്ലത്തും ഒക്കെ ഈ ക്യാൻറ്റീനുകൾ, തിയേറ്ററിൻ്റെ ക്യാൻറ്റീനുകൾ, അല്ലാത്ത ക്യാൻറ്റീനുകൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ചെറിയ കൂൾബാറുകൾ, ബേക്കറി കടകൾ, അവിടെയൊക്കെ ചിലപ്പോൾ ഈ പോപ്കോണും കിക്കോണൊക്കെ കൊണ്ടുപോയി വെക്കും. എന്നാൽ അതിന് ഈ വൻകിട വില എന്ന് പറഞ്ഞാൽ വൻകിട വില തന്നെയാണ്. കാരണം ഇവരൊക്കെ ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്നതിന് കാശില്ലാതെ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് കച്ചവടം ചെയ്തവരെ, കച്ചവടം എല്ലാവർക്കും ജീവിതമാർഗമാണ്. കച്ചവടം ചെയ്യേണ്ടതെന്ന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ അമിതമായ വിലയാണെന്നുള്ളത്. കാരണം ഇങ്ങനെയാണ് ഈ ആളുകൾ പലയിടത്തും പോയിട്ട് പല സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള പല ക്യാൻറ്റീനുകളിലൊക്കെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ കാരണം ഇതാണ്. അവിടെ അടിയിട്ട് ഇവിടെ ഇട്ടിട്ട് ക്യാൻറ്റീനുകാർക്ക് ആക്രമണം ഉണ്ടായി. എന്നാൽ ന്യായമായ ക്യാൻറ്റീനുകാരും ഉണ്ട്, ഹോട്ടലുകാരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹോട്ടലിൽ കഴിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ പോയതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തതാണ്. എറണാകുളത്തും കോഴിക്കോടൊക്കെ അങ്ങനെ ഉണ്ടായി. അതിന് ഈ ഭക്ഷണം കഴിച്ച പൈസ ചോദിച്ചതിന് ഹോട്ടലുകാരെ മർദ്ദിച്ചതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ ഞാൻ ചെയ്തതാണ്. അതൊക്കെ ന്യായമായ കാര്യമാണ്. അത് കൊടുക്കാതെ പോയ ചണ്ടിത്തരം. പക്ഷേ ഈ അന്യായ വിലകൾ ഈ തിയേറ്ററിൽ നിന്നും
തിയേറ്ററുകളിലായാലും അല്ലാതായാലും അത് ഓവർ വിലയാണ്. അത് ആളുകളെ കുത്തിപ്പോയിടണം വളരെ രീതിയിൽ. മനസ്സിലായില്ലേ? എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്, എല്ലാവരും ജീവിക്കാൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നാറിയ വിലയൊന്നും ഒരു മനുഷ്യനോട് കുത്തിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കരുത്. ഇവനൊന്നും ഈ പൈസ കൊണ്ട് പോയി കഴിഞ്ഞാൽ കയറി പിടിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ. മരിച്ചു പോയി ആരും മുതലോ സ്വത്തോ പൈസയോ കൊണ്ടുപോകുന്നുണ്ടോ? നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ഈ കാശ്? അന്യായ വില. ചിക്കൻ ബിരിയാണിയുടെ വിലയാണ് ഒരു കപ്പ് പോപ്കോൺ. ഇത്ര പോലെ ഒരു കപ്പുള്ളൂ. അതിലാണ് ഈ പോപ്കോൺ 150, 200, 300 വാങ്ങുന്നത്. 150 ഇത് 100 കിട്ടി 250 തന്നെ ചിക്കൻ ബിരിയാണി എനിക്കല്ലോ അതിൽ നല്ലത്. ഈ പോപ്കോൺ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് സാധനത്തിന് 300 രൂപ വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ റേറ്റ് എത്രയാണ്? ഇവരൊക്കെ ജന്മകാലത്ത് ഈ ഗതി പിടിക്കുക. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസയൊക്കെ വേറെ എന്തെങ്കിലും വഴിക്കൂടെ പോകും. വല്ല ഹോസ്പിറ്റലിൽ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിക്കൂടെ പോകും. അപ്പോൾ ചില ആൾക്കാർ എന്നെ വിമർശിക്കാനായിട്ട് വലിയത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് അവരുടെ കച്ചവടത്തിൽ പിന്നെ അഭിപ്രായം പറയുന്നത്? അവരുടെ കച്ചവടത്തിൽ അഭിപ്രായം പറയുന്നത് ന്യായമായ വില ആർക്കും വാങ്ങാം, ന്യായമായ അല്ലാത്ത വില ആരും വാങ്ങരുത്. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഇത് ഒരു വീഡിയോ ചെയ്യുന്നു തോന്നി. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് വിമർശിക്കുന്നവരും പിന്നെ അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ആരും ഈ കമൻ്റായിട്ട് പോരരുത് കേട്ടോ. നെഗറ്റീവ് കമൻ്റായിട്ട് ആരും പോരരുത്. ന്യായമായ കമൻ്റ് ഉണ്ടെങ്കിൽ പറയാം. അതായത് എന്നെ തെറിവ് വിളിച്ചിട്ടുള്ള ഒരു കമൻ്റൊന്നും മറ്റുള്ള യൂട്യൂബേഴ്സിനെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയും. യൂട്യൂബ് നിങ്ങൾ കാണാതിരിക്കുക നിങ്ങളുടെ വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങനത്തെ നാറിയ പൈസ ഈ അമിത കൊള്ളയുണ്ടല്ലോ, അത് ചില ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകളിലും ഉണ്ട്. എല്ലാ ക്യാൻറ്റീനുകളിലും ഉണ്ട്, ഹോട്ടലുകളിലും ഉണ്ട്. തട്ടുകട വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. കടപ്പുറത്ത് തട്ടുകട വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. റോഡിൻ്റെ സൈഡിൽ തട്ടുകട വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ചിലപ്പോൾ തീവണ്ടിക്കൊള്ളാം. എന്നാൽ എല്ലാവരും പറയുന്നത് തട്ടുകടയിൽ പൈസ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ രാത്രി തട്ടുകടയിലാണ് പോകുന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല തട്ടുകടയുടെ വില എങ്ങനെയാണെന്നല്ല. പക്ഷേ നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കപ്പ് ബിരിയാണിക്ക് 130, 140 വരെയൊക്കെ ചോദിക്കുന്ന തട്ടുകടയുണ്ട്. മിനിമം ഒരു കപ്പ് ബിരിയാണിക്ക് 130 വരെയാണെന്ന് തോന്നുന്നു എൻ്റെ കണക്ക്. 140 ആണെന്നാണ് എനിക്കറിയത്തില്ല. ചിലയിടത്ത് 110 കിട്ടുന്നുണ്ട്. അപ്പം ഈ പോപ്കോണിൻ്റെ കാര്യവും ഇങ്ങനത്തെ അമിത കൊള്ളയും പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ തട്ടുകടയുടെ കാര്യം കൂടി അതിലൊന്നും എടുത്തു കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, വേണേ വീഡിയോ കാണാം, അതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടാം, അല്ല കാണാതിരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് ആർക്കാണ് ഇങ്ങനെ വില ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവരിതിന് ലാഭം ഉണ്ടാക്കി ഇവർ രക്ഷപ്പെടുക. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നത്? ചില ആൾക്കാർ പറയും നിങ്ങൾ തിന്നാൻ കയറിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും. തിന്നാൻ കയറിയിരിക്കുന്നില്ല, മറ്റുള്ള ആൾക്കാർക്കുള്ള അനുഭവങ്ങളാണ് ഈ മാതൃഭൂമി ന്യൂസിൽ കൂടി അല്ലെങ്കിൽ മനോരമ ന്യൂസിൽ കൂടി ഒക്കെ വരുന്നത്. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തി നോക്കാം.